Hello, good morning dear students. All are welcome to next class. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതോടുകൂടിയിട്ട് ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, so let us move on to the next part. That means the last part of time and place of supply under GST. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്, അതായത് പ്ലേസ് ഓഫ് സപ്ലൈ. ചാപ്റ്ററിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളത്. അപ്പോൾ അതിലെ ടൈമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതിലുള്ളത് ഇനി പ്ലേസ് ആണ്. സോ പ്ലേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റൂൾസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ചെറിയ രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഭാഗം നന്നായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, so what do you mean by place of supply? What is the significance of place in supply? Place of supply in GST. GSTയിൽ ഈ ഒരു പ്ലേസ് എന്നുള്ള കാര്യം, പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ നടക്കുന്നു, ഏത് ലൊക്കേഷനിലാണ് ഈ പ്ലേസ് ഓഫ് സപ്ലൈ എന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലൊക്കെ അത് കേട്ടിട്ടുണ്ട്. GST is a destination based tax എന്നുള്ളത്. That means the goods or services will be taxed at the place where they are consumed and not at the origin. അതായത് ഈ ഒരു ഗുഡ്സ് അതുപോലെ തന്നെ സർവീസസ് എവിടെയാണ് കൺസ്യൂം ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്ന പ്ലേസ് ഏതാണ് എന്നതാണ്. അതല്ലാതെ ഈ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് എന്നതല്ല. മനസ്സിലായല്ലോ? അതായത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കുന്നത് എന്നത് ഒരു ഘടകമല്ല, എവിടെയാണത് കൺസ്യൂം ചെയ്യുന്നതെന്നാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ സാധനം കേരളത്തിലാണ് കൺസ്യൂം ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഒരു നോർമൽ കേസിൽ അതിൻ്റെ ആ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റ് ആണ് അതിൻ്റെ ടാക്സ് കളക്ട് ചെയ്യുകയും അത് എന്താ പറയേണ്ടത്, കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കളക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി വരുന്നത് ആർക്കാണ്? പ്ലേസ് ഓഫ് സപ്ലൈയിലാണ്. ഓക്കെ, അപ്പോൾ ദ സ്റ്റേറ്റ് വേർ ദ ഗുഡ്സ് ഓർ സർവീസസ് ആർ കൺസ്യൂംഡ് വിൽ ഹാവ് ദ റൈറ്റ് ടു കളക്ട് GST. അപ്പോൾ ഈ ഒരു സാധന സേവനങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് എവിടെയാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിനാണ് GST കളക്ട് ചെയ്യുന്നതിനുള്ള റൈറ്റ് ഉള്ളത്. ഓക്കെ, ഇനി താഴെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിറ്റർമൈൻ. ഇനി എന്തിനാണ് നമുക്ക് ഈ പ്ലേസ് ഓഫ് സപ്ലൈ അറിയുന്നത് എന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത് വരുന്നത് വെദർ ദ സപ്ലൈ ഈസ് ഇന്റർ സ്റ്റേറ്റ് ഓർ ഇൻട്രാ സ്റ്റേറ്റ്. നമുക്ക് ആ ഒരു സപ്ലൈ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി തമ്മിലാണോ ആ ഒരു രീതിയിലൊക്കെ വരുന്നതാണ്. അതിനാണ് ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അല്ലെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ആണോ. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന സെയിലാണോ. കാരണം ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വരുന്നത് ഏത് തരത്തിലുള്ള GST ആയിരിക്കും? IGST ആയിരിക്കും, ഇന്റർ സ്റ്റേറ്റ്. ഓക്കെ, അതല്ലെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇൻട്രാ സ്റ്റേറ്റ് വരുമ്പോൾ നമ്മൾ SGSTയും അതുപോലെ CGST ആണല്ലോ നോർമൽ കേസിൽ വരുന്നത്. അപ്പോൾ ഈ GST ഏത് ടൈപ്പിൽ ചാർജ് ചെയ്യണം എന്നറിയുക എന്നുള്ളതാണ് ഈ ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ എന്ന് അറിയുന്നതിൻ്റെ പുറകിലുള്ള മറ്റൊരു ലക്ഷ്യം. അപ്പോൾ റിസൾട്ടിംഗ് ടു വിച്ച് വെദർ SGST ഓർ UTGST പ്ലസ് CGST, SGSTയോട് കൂടെ അതുപോലെ തന്നെ അല്ലെങ്കിൽ UTGSTയോട് കൂടെ CGST ചാർജ് ചെയ്യണോ അതല്ല, അതായത് ആ കേസ് വരെ എപ്പോഴായിരിക്കും? ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോഴാണ്. അതല്ല IGST ചാർജ് ചെയ്യണോ, അത് വരുന്നത് നമുക്ക് ഇന്റർ സ്റ്റേറ്റിൻ്റെ സാഹചര്യത്തിലാണ്. ഓക്കെ, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലേസ് ഓഫ് സപ്ലൈ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് ആണ്. സെക്ഷൻ 10(1)(a) ആണ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, അവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്. സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. സപ്ലൈയിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് സംഭവിക്കുന്നു. മൂവ്മെന്റ് മേ ബി by any person, that is supplier himself, supplier തന്നെ ചെയ്യുന്നതാവാം,
റെസിപ്പിയൻ്റ് ആവാം ഓർ എനി അതർ പേഴ്സൺ ആവാം. എനിവേ ദർ ഇസ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ആര് ചെയ്താലും മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ട് എങ്കിൽ അതിൻ്റെ റൂൾ എന്താണെന്നുള്ളതാണ് താഴെ ആ ബ്ലാക്ക് ബോക്സിൽ എഴുതിയിട്ടുള്ള ആ ഒരു പോർഷനാണ് ഇതിൻ്റെ റൂൾ വരുന്നത്. അതായത് എന്താണ്, then in this case place of supply of such goods shall be the location of goods. അപ്പോൾ ഇത്തരം കേസിൽ ആ ഗുഡ്സിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഈ ലൊക്കേഷൻ ആയിരിക്കും. അറ്റ് ദ ടൈം അറ്റ് വിച്ച് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ടെർമിനേറ്റ്സ് ഫോർ ഡെലിവറി ടു ദ റെസിപ്പിയന്റ്. ഈ റെസിപ്പിയന്റിലേക്ക് ഈ ഗുഡ്സ് മൂവ് ചെയ്യുന്നു, മനസ്സിലായല്ലോ. ആ ഒരു സമയമായിരിക്കുന്നതാണ് the location of goods at the time at which the movement of goods terminates. ഈ ഗുഡ്സിന്റെ മൂവ്മെന്റ് ടെർമിനേറ്റ് ചെയ്യുന്ന ആ സമയത്തുള്ള ലൊക്കേഷൻ ആയിരിക്കും ഈ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ഡെലിവറി ടു ദ ഗുഡ്സ് ആണ്. റെസിപ്പിയന്റിന് ഈ ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗുഡ്സിന്റെ മൂവ്മെന്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ലൊക്കേഷനാണോ ആ ലൊക്കേഷനാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. മിസ്റ്റർ രാജ് ഓഫ് മുംബൈ, മുംബൈയിലുള്ള ആളാണ് രാജ് എന്ന് പറയുന്നത്, മഹാരാഷ്ട്രയിൽ, സ്റ്റേറ്റ് മഹാരാഷ്ട്ര. ഗെറ്റ്സ് ആൻ ഓർഡർ ഓഫ് 100 TV സെറ്റ്സ് ഫ്രം സെയിൽസ് ഹേവൻ ലിമിറ്റഡ് ഓഫ് ചെന്നൈ, തമിഴ്നാട്. അവർക്ക് ചെന്നൈയിലുള്ള, തമിഴ്നാട് സ്റ്റേറ്റിൽ, അവിടെ നിന്നും സെയിൽസ് ഹേവൻ ലിമിറ്റഡിന്റെ 100 TVക്കുള്ള ഓർഡർ കിട്ടണം. അവിടെ നിന്ന് 100 TVക്കുള്ള ഓർഡർ കിട്ടുന്നു. അപ്പോൾ ഓർഡർ റിസീവ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ആവശ്യം വേണ്ടുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ആൻഡ് സെയിൽസ് ഹെവൻ മെൻഷൻസ് ദാറ്റ് ഇറ്റ് വിൽ അറേഞ്ച് ഇറ്റ്സ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ വാങ്ങിക്കുന്ന സെയിൽസ് ഹെവൻ എന്ന് പറയുന്ന സ്ഥാപനം എന്ത് സൂചിപ്പിക്കുന്നത്, സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം അവർ തന്നെ അറേഞ്ച് ചെയ്തോളാം. ആൻഡ് ടേക്ക് TV സെറ്റ്സ് ഫ്രം മിസ്റ്റർ രാജ്. എന്നിട്ട് ഈ രാജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് TV സെറ്റ്സ് അവരെന്നെ കൊണ്ടുവരുന്നുള്ളതാണ്. ഓക്കെ, അവരിനെ അവിടെ പോയിട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം ഒരുക്കാന്ന് പറയാണ്. എക്സ് ഫാക്ടറി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ആയിരിക്കും. പ്ലേസ് ഓഫ് സപ്ലൈ മഹാരാഷ്ട്ര. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്? സാധനം നമ്മളറിയാം, ഇവിടെ ഡെലിവർ ചെയ്യുന്ന എക്സ് ഫാക്ടറി ആണ്. അതായത് മഹാരാഷ്ട്രയിലാണ് ഈ സാധനങ്ങൾ, മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗുഡ്സ് റെസിപ്പിയന്റിലേക്ക് മൂവ് ചെയ്യുന്നത്, ഓക്കെ, ഡെലിവറിക്ക് വേണ്ടിയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ടെർമിനേഷൻ സംഭവിക്കുന്നത് എവിടെ വെച്ചുകൊണ്ടാണ്? മഹാരാഷ്ട്രയിൽ വെച്ചുകൊണ്ടാണ് ടെർമിനേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ഓണർഷിപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് അവിടെ വെച്ചുകൊണ്ടാണ്. ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സമയത്ത് എവിടെ വെച്ചിട്ടാണോ ഈ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ടെർമിനേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതായിരിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ടെർമിനേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഈ കേസിൽ സപ്ലൈയുടെ പ്ലേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മഹാരാഷ്ട്ര ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് ഇന്റർ സ്റ്റേറ്റ് ആയിട്ടല്ല വരിക എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇവിടെ വരുന്ന GST ഏതായിരിക്കും? CGST ആൻഡ് SGST ആയിരിക്കും. മഹാരാഷ്ട്രക്കകത്താണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വേറെ എണ്ണം വരുന്നത്, ഇവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി സെക്ഷൻ 10(1)(c) വരുന്നത് സപ്ലൈ നോട്ട് ഇൻവോൾവ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ഈ സപ്ലൈയിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല. സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വെദർ ബൈ ദ സപ്ലയർ ഓർ ദ റെസിപ്പിയന്റ്. രണ്ടാളാവട്ടെ, സപ്ലൈയിൽ എന്തില്ല? മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല എങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് സച്ച് ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ദ ഡെലിവറി ടു ദ റെസിപ്പിയന്റ്. അങ്ങനെയാണെങ്കിൽ റെസിപ്പിയന്റിന് ഡെലിവർ ചെയ്യുന്ന സമയത്തുള്ള ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ തന്നെ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാർ ലിമിറ്റഡ്, ചെന്നൈയിലുള്ള സ്റ്റാർ ലിമിറ്റഡ് ഓപ്പൺസ് എ ന്യൂ ഷോറൂം അറ്റ് ബാംഗ്ലൂർ. അവർ പുതിയൊരു ഷോറൂം ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്യുന്നു. ചെന്നൈ സ്റ്റാർ ലിമിറ്റഡ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനം, ബാംഗ്ലൂരിലാണ് അവർ ഷോറൂം ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഇറ്റ് പർച്ചേസസ് എ ബിൽഡിംഗ് ഫോർ ഷോറൂം. അപ്പോൾ അവർ ആ ഷോറൂമിന് ബിൽഡിംഗ് വേണമല്ലോ, അത് വാങ്ങിക്കുന്നു ഫ്രം സ്കൈലൈൻ ബിൽഡേഴ്സ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിലുള്ള സ്കൈലൈൻ ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് അവരത്
വാങ്ങിക്കുന്നത്, ഈ ബിൽഡിംഗ് വാങ്ങിക്കുന്നത് അലോങ് വിത്ത് പ്രീ ഇൻസ്റ്റാൾഡ് വർക്ക് സ്റ്റേഷൻസ്. അപ്പോൾ ആ ബിൽഡിങ്ങിന് വേണ്ട വർക്ക് സ്റ്റേഷൻസ് ഒക്കെ അതിൽ തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ബിൽഡിംഗാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഈ വർക്ക് സ്റ്റേഷൻസ് ആണ് അവിടുത്തെ ഗുഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കുമ്പോൾ ഈ ഇടപാട് നടക്കുമ്പോൾ ഇവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല. ഓക്കെ, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് സംഭവിക്കുന്നില്ല. അതായത് ഈ വർക്ക് സ്റ്റേഷൻ എന്നുള്ളതാണ് ഗുഡ്സ് ആയിട്ട് വരുന്നത്, അതിൽ നോ മൂവ്മെന്റ് ഇല്ല. സോ ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് സച്ച് ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി റെസിപ്പിയന്റ്. അപ്പോൾ ഇവിടെ ഈ റെസിപ്പിയന്റിന് ഈ സാധനം ഡെലിവർ ചെയ്യുന്ന സമയത്തുള്ള ലൊക്കേഷൻ ഏതാണ്? ബാംഗ്ലൂർ ആണ്. സോ ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഹിയർ ദ GST വിൽ ബി CGST ആൻഡ് SGST. ആ GST ആണ് ഇവിടെ വരുന്നത്. IGST അല്ല, SGSTയും CGSTയും ആണ് ഇവിടെ ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് തേർഡ് കണ്ടീഷൻ, സെക്ഷൻ 10(1)(d) ഗുഡ്സ് സപ്ലൈഡ് ആൻഡ് അസംബിൾഡ് ഓർ ഇൻസ്റ്റാൾഡ് സൈമിൾട്ടേനിയസ്ലി. ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒരേ സമയത്തായിരിക്കും. ഗുഡ്സ് സപ്ലൈഡ് ആൻഡ് അസംബിൾഡ് ഓർ ഇൻസ്റ്റാൾഡ് സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അസംബിൾ ചെയ്യും അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കേസിൽ എങ്ങനെ ഇരിക്കുന്നതാണ്? അങ്ങനെയാണെങ്കിൽ where the goods are assembled or installed at site. ഈ നമ്മൾ എവിടെയാണോ അസംബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സൈറ്റ് ഏതാണോ, the place of supply shall be the place of such installation or assembly. അത്തരത്തിൽ ആ ഗുഡ്സ് അസംബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ പ്ലേസ് ഏതാണോ അതായിരിക്കും അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിക്കൊണ്ട് കണക്കാക്കുന്നത്. And now let us see an example. A supplier located in Delhi supplies machinery to the recipient in Trivandrum. ഒരു സപ്ലയർ അദ്ദേഹം ഡൽഹിയിലാണ്, ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഡൽഹിയാണ്. അവർ ഒരു മെഷീനറി ട്രിവാൻഡ്രത്തുള്ള റെസിപ്പിയന്റിനാണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദ മെഷീനറി ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഫാക്ടറി ഓഫ് ദ റെസിപ്പിയന്റ് ഇൻ ബാംഗ്ലൂർ. ഈ റെസിപ്പിയന്റിന്റെ ഫാക്ടറി കിടക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടെ ഫാക്ടറിയിലേക്കാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. സപ്ലൈ ചെയ്യുന്നത് എവിടെയുള്ള വ്യക്തിക്കാണ്? ട്രിവാൻഡ്രത്തുള്ള വ്യക്തിക്കാണ് സപ്ലൈ ചെയ്യുന്നത്, ഡൽഹിയിലുള്ള സപ്ലയർ. ഓക്കെ, അവിടെ 3 കാര്യങ്ങൾ വന്നു. ഒന്ന്, ഡൽഹിയിലാണ് സപ്ലയർ. രണ്ടാമത്തെ കാര്യം, റെസിപ്പിയന്റ് ട്രിവാൻഡ്രത്താണ്. മൂന്നാമത്തെ കാര്യം, ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് ബാംഗ്ലൂരിലുള്ള ഫാക്ടറിയിലാണ്. സോ ഹിയർ ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ബാംഗ്ലൂർ. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും? ബാംഗ്ലൂർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂർ തീരുമാനിച്ചത്? അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ്. സോ ദ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ബാംഗ്ലൂർ. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതാണ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരുന്നു. ആൻഡ് നൗ പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ സർവീസസ്. അപ്പോൾ ഇതിൽ സെക്ഷൻ 12(2)(a) നോക്കുക. സപ്ലൈ ഓഫ് സർവീസ് മെയ്ഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്തത് എങ്കിൽ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ റെസിപ്പിയന്റ്, ആ റെസിപ്പിയന്റ് എവിടെ ഇരിക്കുന്നോ അവിടെ ആയിരിക്കും അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇനി 12(b) ആണ് സപ്ലൈ ഓഫ് സർവീസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇനി ഈ ഒരു സപ്ലൈ ഓഫ് സർവീസ് നമ്മൾ കൊടുക്കുന്നത് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, the location of the recipient where the address on record exists. അപ്പോൾ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിപ്പിയന്റിന്റെ അഡ്രസ് ഇരിക്കുന്ന ലൊക്കേഷൻ ഏതാണ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ഓഫ് സർവീസസ് ഇൻ അതർ കേസസ്. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ, അതായത് ഈ സാഹചര്യം ഒഴിച്ചുള്ള മറ്റു സാഹചര്യങ്ങളിൽ സപ്ലയറുടെ ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വരുന്നത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ റെസിപ്പിയന്റ് ഈസ് ഇൻ മുംബൈ. മുംബൈയിലാണ് രജിസ്റ്റേർഡ് ഓഫീസ്. റെസിപ്പിയന്റിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് മുംബൈയിലാണ്. The recipient received consultants in tax audit matter from the CA company of Delhi. ഡൽഹിയിലുള്ള
CA കമ്പനിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനിയാണ്, അവിടെ നിന്ന് ടാക്സ് ഓഡിറ്റിലുള്ള ഒരു കൺസൾട്ടന്റ്, അതാണ് സർവീസ് വരിക. ഒരു കൺസൾട്ടൻസി റെസിപ്പിയന്റ് റിസീവ് ചെയ്യുന്നു. റെസിപ്പിയന്റ് ഉള്ളത് എവിടെയാണ്? രജിസ്റ്റേർഡ് ഓഫീസ് മുംബൈയിലാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്ന അതിലുള്ള കൺസൾട്ടൻസിയാണ് സർവീസ് ആയിട്ട് റിസീവ് ചെയ്യുന്നത് ഓഫ് ഡൽഹി ഇൻ ഹിസ് ഡൽഹി ഓഫീസ്. ഇദ്ദേഹത്തിന്റെ ഡൽഹി ഓഫീസിലാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി മുംബൈ. ഇതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് മുംബൈ ആയിരിക്കും. കാരണം ഈ ഒരു റെസിപ്പിയന്റിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഉള്ളത് എവിടെയാണ്? മുംബൈ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണല്ലോ. അപ്പോൾ അവിടെ ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ ആണ്. ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ വരുന്നത് എവിടെയാണ്? മുംബൈ ആണ്. അപ്പോൾ അതിൽ പ്ലേസ് ഓഫ് സപ്ലൈ വരെ ഇവിടെ മുംബൈ ആയിരിക്കും. ഓക്കെ. ഇൻ ദി എബോവ് എക്സാമ്പിൾ, കുറച്ചുകൂടെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെ. ഇൻ ദി എബോവ് എക്സാമ്പിൾ, സ്റ്റാഫ് ഓഫ് ദ CA കമ്പനി ഓഫ് ഡൽഹി. ഈ ഡൽഹിയിലുള്ള CA കമ്പനിയുടെ സ്റ്റാഫ് പ്രൊവൈഡ് സർവീസസ് ഇൻ ദി ഓഫീസ് ഓഫ് ദ റെസിപ്പിയന്റ് ഇൻ മുംബൈ. റെസിപ്പിയന്റിന്റെ മുംബൈയിലുള്ള ഓഫീസിലാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി മുംബൈ. പ്ലേസ് ഓഫ് സപ്ലൈ മുംബൈ ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. 12(3)A പറയുന്നത് സർവീസസ് ഡയറക്ട്ലി ഇൻ റിലേഷൻ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ആർക്കിടെക്റ്റുകൾ, ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ്, സർവേസ്, അങ്ങനെ വീണ്ടും കുറേ പേരുണ്ട്. അപ്പോൾ സർവീസസ് ഡയറക്ട്ലി ഇൻ റിലേഷൻ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസാണ് കൊടുക്കുന്നത് എങ്കിൽ ഒരു അതെവിടെയായിരിക്കും? ദ ലൊക്കേഷൻ അറ്റ് വിച്ച് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഇന്റൻഡഡ് ടു ബി ലൊക്കേറ്റഡ്. അപ്പോൾ എവിടെയാണോ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെ ലൊക്കേറ്റ് ചെയ്യുമെന്ന് ഇന്റന്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, മിസ്റ്റർ അനിൽ ഫ്രം ഡൽഹി പ്രൊവൈഡ്സ്. അനിൽ എന്നുള്ള വ്യക്തി ഡൽഹിയിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇന്റീരിയർ ഡിസൈനിങ് സർവീസ് മിസ്റ്റർ അജയ്, മുംബൈയിലുള്ള അജയിന് ഇന്റീരിയർ ഡിസൈനിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഊട്ടി. അപ്പോൾ പക്ഷേ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടി കിടക്കുന്നത് തമിഴ്നാടുവിലാണ്, ഊട്ടിയിൽ. അപ്പോൾ ഇവിടെ ഈ ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണ് കിടക്കുന്നത്? ഊട്ടിയിലാണ്. സോ ഇൻ ദിസ് കേസ് പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഇൻ തമിഴ്നാടു. അപ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ തമിഴ്നാടുമായിട്ടാണ് കണക്കാക്കുക. കാരണം ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കിടക്കുന്നത് എവിടെയാണ്? തമിഴ്നാടുമാണ്. അതുകൊണ്ട് അവിടെയാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ള ചില റൂൾസ്. ഇതിനെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്, കോമൺ ആയിട്ടുള്ള കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ. നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഇത് ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ പ്രൊവിഷൻ ഈസ് ദാറ്റ് GST ഈസ് കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കി. കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ദ ടാക്സ് ഈസ് പേയബിൾ ഇൻ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആർ കൺസ്യൂംഡ്. എവിടെയാണോ ഗുഡ്സ് ഓർ സർവീസസ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റിലാണ് ഈ ടാക്സ് പേയബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇഫ് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ് ആൻഡ് പ്ലേസ് ഓഫ് സപ്ലയർ ഇൻ ദ സെയിം സ്റ്റേറ്റ്, ഒരേ സ്റ്റേറ്റിൽ തന്നെയാണ് ലൊക്കേഷൻ ഓഫ് സപ്ലയറും അതുപോലെ തന്നെ പ്ലേസ് ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റിലോ അതൊരു യൂണിയൻ ടെറിട്ടറി ആയിക്കോട്ടെ, CGST ആൻഡ് SGST അല്ലെങ്കിൽ UTGST വിൽ ബി പേയബിൾ. അപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ. ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ CGSTയും SGSTയും വരും, അല്ലെങ്കിൽ CGSTയും UTGSTയും വരും. എവിടെയാണെങ്കിൽ? UTയിലാണെങ്കിൽ, യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ. മൂന്നാമത് പറയുന്ന കാര്യം, ഇഫ് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ് ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്, ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈ ഡിഫറെന്റ് സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയോ ആണെങ്കിൽ IGST വരും. ഓക്കെ, ഇനി മറ്റൊന്ന്, സപ്ലൈ ഓഫ് സർവീസ് ടു ഓർ ബൈ എ സെസ് ഡെവലപ്പർ. ഒരു സെസ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു സെസ് ഡെവലപ്പറിനാണ് സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്നതെങ്കിൽ, ഓർ സെസ് യൂണിറ്റ് അല്ലെങ്കിൽ സെസ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ യൂണിറ്റോ ആണ് ചെയ്യുന്നതെങ്കിൽ, ഷാൾ ബി ഡീംഡ് ടു ബി സപ്ലൈ ഓഫ് സർവീസ് ഇൻ ദ കോഴ്സ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ്. അവിടെ നമ്മൾ അതൊരു ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്സ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇന്റർ സ്റ്റേറ്റ് ആവുമ്പോൾ ഏത് വരും? IGST വരും. ഓക്കെ, നെക്സ്റ്റ്, സപ്ലൈ ഓഫ് സർവീസ് വേർ ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ
ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഓക്കെ, അവർ എവിടെയാണ് വരുന്നത്? സെയിം സ്റ്റേറ്റിലാണ്. സപ്ലൈ ഓഫ് സർവീസിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണ് എങ്കിൽ ഷാൾ ബി ട്രീറ്റഡ് ആസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. അതിനെ എന്തായിട്ട് കണക്കാക്കും? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിക്കൊണ്ടും കണക്കാക്കുന്നു എന്നതാണ്. ഓക്കെ, അതാണ് ജനറൽ ആയിട്ടുള്ള റൂള്. പിന്നെ സ്പെസിഫിക് പ്രൊവിഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ഫോർ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സർവീസസ്. ഇനി സർവീസിന്റെ കേസിലാണെങ്കിൽ അതിന് പ്രത്യേകിച്ചുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. അതായത് കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് തന്നതാണ്, അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചാൽ മതി. സം എക്സാമ്പിൾസ്. ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് ഒരു വെസലിലോ അല്ലെങ്കിൽ ഒരു കൺവേയൻസിൽ. വെസൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഷിപ്പ് എന്ന രീതിയിൽ വെസലിനെ പറയാറുണ്ട്. അത്തരത്തിലുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു കൺവേയൻസിലാണ് നമ്മൾ ഈ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ചില റൂൾസ് ആണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലെയിനിലാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ, അപ്പോൾ മിസ്റ്റർ അഖിലേഷ് ഈസ് ട്രാവലിംഗ് ഫ്രം മുംബൈ ടു ഡൽഹി ബൈ എയർ. അഖിലേഷ് എന്ന് പറയുന്ന വ്യക്തി മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനമാർഗം പോവാണ്. ഈ പർച്ചേസസ് കോഫി ആൻഡ് സ്നാക്സ് വൈൽ ഓൺ ദ പ്ലെയിൻ. അല്ല, അത് സാധാരണ സംഭവിക്കുമല്ലോ, നമ്മൾ പ്ലെയിനിൽ നമ്മൾ പോകുന്ന സമയത്ത് കോഫി അല്ലെങ്കിൽ സ്നാക്സോ കഴിച്ചേക്കാം. അങ്ങനെ അദ്ദേഹം അത് പർച്ചേസ് ചെയ്യുന്നു പ്ലെയിനിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു സാധനം സപ്ലൈ ചെയ്തല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഈ ഒരു എയർലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുംബൈയിലും ഡൽഹിയിലുമാണ്. രണ്ടിടത്തും ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള പാൻ ഇന്ത്യ പ്രസൻസിന് ഇന്ത്യയിൽ എല്ലായിടത്തും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനാണ് ഈ പാൻ ഇന്ത്യ പ്രസൻസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആണ് എങ്കിൽ അവര് മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഈ എയർലൈൻസ് കമ്പനി മുംബൈയിലും അതുപോലെ തന്നെ ഡൽഹിയിലും അവരെന്താണ് രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ ഇതിൽ കണക്കാക്കുക മുംബൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ CGST ആൻഡ് SGST വരുന്നു എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുംബൈ ആണെന്ന് തീരുമാനിക്കുന്നത് എന്നാണ്. അപ്പോൾ നോർമലി ഫുഡ് ഐറ്റംസ് വെർ ലോഡഡ് ഇൻ ടു ദ പ്ലെയിൻ അറ്റ് മുംബൈ. മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ മുംബൈയിൽ വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിട്ട് വരും? മുംബൈ ആയിട്ട് വരുന്നു എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പ്ലെയിൻ ബിസിനസ് ട്രാവലിംഗ് ആണ് ചെയ്യുന്നത്. മിസ്റ്റർ നിഖിൽ ഈസ് ട്രാവലിംഗ് ഫ്രം മുംബൈ ടു ചെന്നൈ ബൈ എയർ ഓൺ ബിഹാഫ് ഓഫ് ഹിസ് കമ്പനി ബേസ്ലാൻഡ് കമ്പനി രജിസ്റ്റേർഡ് ഇൻ ബാംഗ്ലൂർ. അതായത് ഒരു വ്യക്തി നിഖിൽ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് എയർ മാർഗം യാത്ര ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. ഈ കമ്പനി രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് ബാംഗ്ലൂരാണ്. മനസ്സിലായല്ലോ. ഇപ്പൊ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ കർണാടക സ്റ്റേറ്റ് ആണല്ലോ. മഹാരാഷ്ട്രയിൽ നിന്നും സ്റ്റേറ്റ് വെച്ച് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്നു. രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് കർണാടകത്തിലുമാണ്. അപ്പോൾ ഈ പ്ലെയിനിൽ വെച്ചിട്ട് ഇദ്ദേഹം ഇതുപോലെ ലഞ്ച് പർച്ചേസ് ചെയ്യുന്നു. ഈ എയർലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുംബൈയിലാണ്. മുംബൈ ടു ചെന്നൈ ആണ് ഇത് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം മുംബൈയിലും ചെന്നൈയിലും ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ വരും എന്നുള്ളതാണ്. ബാംഗ്ലൂർ വരിക, മുംബൈ വരുമോ, ചെന്നൈ വരുമോ? അപ്പോൾ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി മുംബൈ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന GST ഏതായിരിക്കും? CGST പ്ലസ് SGST വരും. കാരണം ഇവിടെയും ഈ ഫുഡ് ഐറ്റംസ് ലോഡ് ചെയ്തിട്ടുള്ളത് മുംബൈയിൽ നിന്നാണ് എന്നൊരു അസംഷനിലാണ്. മുംബൈ ടു ചെന്നൈ ആണല്ലോ പ്ലെയിൻ പോകുന്നത്. ഫസ്റ്റ്ലി മുംബൈയിൽ നിന്നായിരിക്കും ലോഡ് ചെയ്യുന്നത്. സോ പ്ലേസ് ഓഫ് സപ്ലൈ ബിക്കംസ് മുംബൈ. ഈ കേസിൽ മുംബൈയിലാണ്. അപ്പോൾ ഇവിടെ എന്തിന് പ്രസക്തി ഇല്ല. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വെർ ദ ബയർ ഈസ് രജിസ്റ്റേർഡ്. ഈ ബയർ എവിടെ രജിസ്റ്റർ ചെയ്തു എന്നതിന് പ്രശ്നമില്ല. മനസ്സിലായല്ലോ. ഇൻ മോസ്റ്റ് കേസസ് ഇതിൽ ഇത്തരം കേസുകളിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസുകളിൽ CGST ആൻഡ് SGST വിൽ ബി ചാർജ് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് എയർലൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാൻ ഇന്ത്യ പ്രസൻസ് അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഓൾ സ്റ്റേറ്റ്സിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ് ലോഡ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ് ആയിരിക്കും അവിടെ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. പ്രസൻസ് പാൻ ഇന്ത്യ പ്രസൻസ് എന്ന് പറയുമ്പോൾ പ്രസൻസ് അക്രോസ് നാഷൻ ആണ്. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ട്രെയിനിലാണ് ഒരു കേസ്, ട്രെയിനിന്റെ കേസാണ്. അപ്പോൾ മിസ്റ്റർ വിഷ്ണു ഇസ് ട്രാവലിംഗ് ടു മാംഗ്ലൂർ വയ ട്രെയിൻ. മംഗലാപുരത്തേക്ക് വിഷ്ണു ട്രെയിനിന് യാത്ര ചെയ്യാണ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ്, തമിഴ്നാട് വെച്ചിട്ടാണ്. എന്നിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് മാംഗ്ലൂരിൽ എത്തുന്നതിന് മുമ്പേ പല സ്ഥലങ്ങളിലും അത് ബാംഗ്ലൂർ സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ വിഷ്ണു എന്നുള്ള വ്യക്തി കേരളത്തിൽ നിന്നാണ് ട്രെയിനിലേക്ക് കയറുന്നത്, ബോർഡ് ചെയ്യുന്നത്.
ആൻഡ് പ്രോംപ്റ്റ്ലി പർച്ചേസസ് ലഞ്ച് ഓൺ ബോർഡ്. അങ്ങനെ അദ്ദേഹം വണ്ടിയിൽ വെച്ചിട്ട് ലഞ്ച് വാങ്ങിക്കുക ചെയ്യുന്നത്. അപ്പോൾ ലഞ്ച് ഇതിലേക്ക് ട്രെയിനിലേക്ക് ബോർഡ് ചെയ്തിട്ടുള്ളത് ചെന്നൈയിൽ നിന്നാണ്. മനസ്സിലായല്ലോ? അപ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ കൺഫ്യൂസിങ് ആയിരിക്കും ഇങ്ങനെ പറയുമ്പോൾ. ട്രെയിനിൽ ഇദ്ദേഹം പോകുന്നത് മാംഗ്ലൂർക്കാണ്, മംഗലാപുരത്തേക്ക് പോകുന്നു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നാണ്, ഇദ്ദേഹം കയറുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ 3 പ്ലേസസ് വന്നു. അപ്പോൾ ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെന്നൈ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ, കാരണം ചെന്നൈയിൽ നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ലഞ്ച് ട്രെയിനിൽ ബോർഡ് ചെയ്തിട്ടുള്ളത് ചെന്നൈയിൽ നിന്നാണ്. അതുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? CGST പ്ലസ് SGST ആയിരിക്കും. അവിടെ നേരത്തെ വിമാനത്തിൽ പറഞ്ഞ അതേ റീസൺ തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, കാരണം ഇവിടെ വേറെ കേസ് വരുന്നത് CGST ആൻഡ് SGST വരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ റെയിൽവേക്ക് പാൻ ഇന്ത്യ പ്രസൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റ്സിലും രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഈ ബയർ എവിടെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇതോട് കൂടിയിട്ട് ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള വാല്യൂ ഓഫ് സപ്ലൈ ആൻഡ് GST ആണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.